നമസ്കാരം. അപ്പോൾ നാളെ ഫെബ്രുവരി 28-ന് ആപ് കൈസേ ഹോ റിലീസ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും നാളെ തിയേറ്ററിൽ പോയി കാണണം. ബാക്കിയുള്ളവരോടും പടം കാണാൻ പറയണം. ഇതിൽ ടോണി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അക്ഷയ സെന്ററിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. ഞങ്ങളൊക്കെ കൂടെ മൂവിയിലിട്ട് നിർബന്ധിച്ച് പറയിക്കുന്നതാന്ന് തോന്നുന്നു. സീരിയസ് ആയിട്ട് അക്ഷയ സെന്ററിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല. അപ്പോൾ എല്ലാവരും കാണുക. അപ്പം ചെറിയൊരു സിനിമയാണ്. ധ്യാൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഒറ്റ രാത്രി നടക്കുന്നൊരു സംഭവമാണ്, റിയൽ ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക. നമസ്കാരം. പറഞ്ഞ പോലെ നാളെ റിലീസാണ്. ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ത്രൂ ഔട്ട് എന്ന് പറയുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റുന്നത്. പറഞ്ഞ പോലെ ഒരു ദിവസം വൈകിട്ട് ധ്യാൻ ചേട്ടൻ വിളിച്ചിട്ട് എടാ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. എന്നാൽ വാ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ആ പരിപാടിയുടെ റിലീസാണ് നാളെ. ആപ് കൈസേ ഹോ. ബിനോയ് എന്നാണ് ക്യാരക്ടറുടെ പേര്. എൻ്റെ വീട്ടിലൊക്കെ തന്നെ ഉള്ളൊരു ക്യാരക്ടറാണ്. അത് ബാക്കി കുറച്ചുകൂടെ കണ്ടു കഴിയുമ്പോൾ വിശദമായിട്ട് മനസ്സിലാവും. ഭയങ്കര എനർജിയുള്ള ഒരു ക്യാരക്ടറാണ്. പറഞ്ഞ പോലെ ഒരു സുഹൃത്തിൻ്റെ ബാച്ചിലർ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പഴയ രണ്ട് സുഹൃത്തുക്കളെ കാണുന്നതും, നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. ബാച്ചിലർ പാർട്ടി, അവിടെ നടക്കുന്ന ഫൺ, അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന വരെ നമ്മൾ ചെയ്യുന്ന എല്ലാം ഭയങ്കര ഫണ്ണായിരിക്കും. ആ രാത്രി സേഫായി പോയി കഴിഞ്ഞാൽ സേഫായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പം ആ ഫണ്ണൊക്കെ അവിടെ നിന്ന് മാറും. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്ന ഒരു ദിവസമാണ് ക്രിസ്റ്റിയുടെ ബാച്ചിലേഴ്സ് പാർട്ടി. അപ്പം തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് പറ്റാവുന്നതുപോലെ നല്ലോണം ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും കണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് അത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ബാക്കി ഷജീർ പറയും. നമസ്കാരം. എന്തായാലും ഇത് ധ്യാൻ്റെ ലൈഫിൽ നടന്നൊരു കഥയാണ്. അല്ലെ, ധ്യാൻ്റെ ഫ്രണ്ടിന്റെ ലൈഫിൽ നടന്നൊരു ഇപ്പൊ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം കാണും എന്നെല്ലാവർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ. അപ്പം ഇതിനകത്ത് ഒരു സംഭവം ഉണ്ട്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പം 4 പേര് അറിഞ്ഞത് ധ്യാൻ്റെ കൂടെ ഇന്റർവ്യൂവിൽ ഇരുന്നിട്ടാണ്. തൻ്റേതല്ലാത്ത കാരണത്താൽ ഇന്റർവ്യൂ സ്റ്റാറിൽ കൂടെ ഇരിക്കാനൊരു ഭാഗ്യം കിട്ടിയതാണ്. നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആദ്യം ഞങ്ങളിതെല്ലാം ഒരു ലൈറ്റായിട്ടാണ് എടുത്തിരുന്നത്. പക്ഷെ ഇപ്പം നിങ്ങളെല്ലാവരും തന്ന ആ ഒരു എന്താ പറയുന്ന ഒരു പ്രോത്സാഹനം ഇതെല്ലാം വെച്ചിട്ട് പടം അത്യാവശ്യം നല്ല റീച്ച് എത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം പടം വലിയ മോശമില്ലാതെ വരും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഇപ്പം ആവശ്യമില്ലാത്ത ടെൻഷനും അതുകൊണ്ട് കൂടിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഞാൻ നമ്മുടെ ഡയറക്ടറിൻ്റെ അടുത്ത് കൊടുക്കും. നമസ്കാരം. അടികപ്പി ഒരു കൂട്ടമണി തുടങ്ങിയിട്ടുള്ള പരിചയമാണ് ധ്യാനായിട്ടുള്ളത്. ആ സമയത്ത് തുടങ്ങി പറയുന്ന കുറേ കഥകളുണ്ട്. ശരിക്കും നടന്നതും ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചിരുന്ന ഇഷ്ടംപോലെ കഥകളുണ്ട്. അതിൽ നമ്മുടെ ഈ ജനറേഷന് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലുള്ള സബ്ജക്റ്റാണിത്. വളരെ അത് സിനിമാറ്റിക് ആക്കി ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ഇതിൽ പോലീസ് സ്റ്റേഷൻ സീക്വൻസുകളെല്ലാം. അപ്പോൾ അത് അങ്ങനെ റിലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഭയങ്കര പ്രതീക്ഷകളൊന്നും കൊടുക്കണമെങ്കിലും ഒരു റിയൽ ലൈഫ് സ്റ്റോറി പോലെ തന്നെ നമുക്ക് കണ്ടിരിക്കാവുന്നൊരു സബ്ജക്റ്റാണ്. നാളെ റിലീസാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനം ഉണ്ടാവണം. നന്ദി. പ്രൊഡ്യൂസറിനോട്. Good afternoon everyone. Really very happy to see, ഈ ഇത്ര വലിയ ഇത്രയും ക്യാമറ എടുക്കുന്നത് ഞാനിരിക്കുന്നത് വളരെ റെയറാണ്. ഇവരെ അല്ല, 2 men. ആദ്യത്തെ പടം 2 men അതിലിരുന്നിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെയുള്ള റീച്ച് കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ധ്യാൻ സാറിൻ്റെ കൂടെ ഇരിക്കുമ്പോഴത്തേക്കുള്ള ആ റീച്ച് ഉണ്ടല്ലോ, പവർ. പിന്നെ പിന്നെ പിഷാരടി ഉണ്ടല്ലോ. സോ ഐ എം റിയലി വെരി ഹാപ്പി. നാളെ ഇറങ്ങുന്ന ഞങ്ങളുടെ സിനിമ ഒരു ടെൻഷനും ഇല്ല കേട്ടോ. വിജയിപ്പിക്കണം എന്ന് ഞാൻ എവിടുന്നറിയാത്ത കുറെ ഇംഗ്ലീഷ് കയറി വന്നിട്ടുണ്ട്. ഒരു ടെൻഷനും ഇല്ല.
സത്യം പറയാം, ഈ പടം വിജയിച്ചിരിക്കുമെന്നാണ് എൻ്റെ കോൺഫിഡൻസ്. നല്ല വിശ്വാസമുണ്ട്. അങ്ങനെ ആയാൽ നമുക്ക് ഇനിയും കൂട്ടായ്മയോടുകൂടി പടങ്ങൾ ഇനിയും എടുക്കാം. ജീവ ഒരു ആക്റ്റീവ് കാണുന്നില്ല, ഈ സമയമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ കോളേജിലൊക്കെ പോയി തകർക്കുന്നുണ്ടായിരുന്നല്ലോ, ശരിക്കും ആക്റ്റീവ് ആകും. സോ എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളുടെ പടം കാണാനായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ എല്ലാവർക്കും. ഇനി ഇംഗ്ലീഷ് പറഞ്ഞ് ഞാൻ ഇനിയും ഇതാക്കുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഡോണി ഡാർലിൻ. മോന അതെൻ്റെ പപ്പയാണ്. നമ്മളാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേര് ഡി ഗ്രൂപ്പ് എന്നാണ്. നമ്മുടെ 12ാമത്തെ സിനിമയാണ്. അപ്പം നല്ല രീതിക്ക് വരും എന്നുള്ള ദൃഢമായ വിശ്വാസം എനിക്കുണ്ട്. ഞാനും ഒരു ചെറിയ വേഷം എന്നാ ചെയ്തിട്ടുണ്ട്. എൻ്റെ 4ാമത്തെ പടമാണ്. ആരും ഇതുവരെ പരിചയമില്ല. ഇതിലും ചെറിയൊരു വേഷമാണ് ചെയ്തേക്കുന്നത്. സോ hopefully in the coming years I will be active as an actor and as a producer. So looking forward for the best for this film. Thank you all.